ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ധന്വന്തരം ഗുളികയെ പറ്റി സംസാരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ധന്വന്തരം കുഴമ്പ് അല്ലെങ്കിൽ ധന്വന്തരം തൈലം അല്ലെങ്കിൽ ധന്വന്തരം ആവർത്തിയെ പറ്റി പറയാം. നമസ്കാരം, ഞാൻ നല്ലയിൽ ആയുർവേദയിൽ നിന്നും ഡോക്ടർ ലക്ഷ്മി ശരണ്യ. ഈ മേൽ പറഞ്ഞ കുഴമ്പും തൈലവും ആവർത്തിയും തമ്മിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളാണുള്ളത്. തൈലം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ബേസ് ആയിട്ട് എള്ളെണ്ണയാണ് ഉപയോഗിക്കാറ്. എന്നാൽ കുഴമ്പ് എന്ന് പറയുമ്പോൾ അതിൽ 3 എണ്ണകളുടെ ഒരു മിക്സ് ഉണ്ടാവും. അതായത് ആവണക്കെണ്ണ, എള്ളെണ്ണ, അതുപോലെ നെയ്യ്. ഇതിന്റെ മിക്സിനെയാണ് നമ്മൾ കുഴമ്പ് എന്ന് പറയുക. അത് കുറച്ചും കൂടി ഒരു തിക്കായിരിക്കും, അത് കുറച്ചുകൂടി എഫക്റ്റീവും ആയിരിക്കും. നമ്മൾ ആവർത്തി എന്ന് പറഞ്ഞെങ്കിൽ അത് വീണ്ടും 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 ആവർത്തിച്ചെടുക്കുന്നതാണ്. അത് നമ്മൾ പൊതുവെ ഉള്ളിലേക്ക് കഴിക്കാനാണ് കൊടുക്കാറുള്ളത്. അത് പല ടൈപ്പുകളുണ്ട്. 3 ആവർത്തി, അതുപോലെ 101 ആവർത്തി. അപ്പം ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് 101 ആവർത്തി ആയിരിക്കും. അപ്പൊ ഉള്ളിലേക്ക് അത് ക്യാപ്സ്യൂൾ രൂപത്തിലൊക്കെ അവൈലബിൾ ആണ്. സാധാരണയായിട്ട് ഈ തൈലം അല്ലെങ്കിൽ കുഴമ്പ് പുറത്തേക്ക് തേക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ നോർമൽ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ നമുക്ക് ഈ ധന്വന്തരം തൈലം ഉപയോഗിച്ചിട്ട് മേത്ത് പുരട്ടിയിട്ട് നമുക്ക് കുളിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും മസിൽ വേദനയോ അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്കൊരു ഹെവി വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ധന്വന്തരം തൈലവും കുഴമ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു വീക്ക്ലി 2 or 3 ടൈം നമ്മൾ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാം. അങ്ങനെ ചെയ്താലും അതിന്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ അഭ്യംഗമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ധന്വന്തരം തൈലാണ് ഉപയോഗിക്കാറ്. അതേപോലെ വസ്തി, അതൊരു എനിമ കൊടുക്കാനും നമ്മൾ ധന്വന്തര തൈലം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ശിരോധാര, എന്തെങ്കിലും ഡിപ്രഷൻ, ആങ്സൈറ്റി അല്ലെങ്കിൽ ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ ധാര കൊടുക്കാറുണ്ട്. അതിന് നമ്മൾ ധന്വന്തരം തൈലം ഉപയോഗിക്കാറുണ്ട്. ഗർഭിണികൾക്ക് സാധാരണയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നടുവേദന അല്ലെങ്കിൽ മസിൽ ക്രാംസ്. ഇത്തരം കണ്ടീഷൻസിലും നമ്മൾ ധന്വന്തരം തൈലം തേച്ചിട്ട് കുളിക്കാൻ പറയാറുണ്ട്. അതേപോലെ പോസ്റ്റ് പാർട്ടം പ്രശ്നങ്ങളൊക്കെ, ഒരു ക്ഷീണം, കാലുവേദന, നടുവേദന, ഇത്തരം പ്രശ്നങ്ങൾക്കും ഇത് വളരെ ബെനിഫിഷ്യൽ ആണ്. അതികഠിനമായ വേദനയൊക്കെ ആണെങ്കിൽ ധന്വന്തരം തൈലത്തിന്റെ കൂടെ ധന്വന്തരം കുഴമ്പും കൂടെ മിക്സ് ചെയ്ത് ചെയ്യിക്കുന്നതായിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ. അതേപോലെ നസ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ധന്വന്തരം ആവർത്തിയാണ്. അതുപോലെ ന്യൂറോ മസ്കുലർ പെയിന് അല്ലെങ്കിൽ മസിൽ പെയിന്, ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു തൈലം വളരെ ബെനിഫിഷ്യൽ ആണ്.